പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ എല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം അങ്ങയുടെ കൂടെ ആയിരുന്ന ഒരുമയോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനകളും നിലവിളിയും കർത്താവെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, വിശുദ്ധ പിതാവേ, ഉണ്ണീശോയെ ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് കൃപയുടെ സമൃദ്ധിയില് സ്വർഗത്തിന്റെ സഹായത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അമ്മയിൽ നിറഞ്ഞ കൃപ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ മക്കളോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവമക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി, അവസ്ഥകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ തീഷ്ണമായിട്ടും ഗൗരവത്തോടെയും ഈ ശുശ്രൂഷയെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ മക്കൾക്ക് അതുപോലെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തിന്മയും അസ്വസ്ഥതകളും രോഗങ്ങളും പ്രലോഭനങ്ങളും പൈശാചിക ആക്രമണങ്ങളും അതിശക്തമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മളല്ലാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശക്തമായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ വീണ്ടും അച്ഛൻ പറയാ, അനേകായിരങ്ങളിലേക്ക് നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കണം. ആ മക്കളെല്ലാവരും പങ്കെടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി അനേകായിരം ലക്ഷക്കണക്കിന് മാതാപിതാക്കള് കണ്ണീരോടെ നിലവിളിച്ച് കരങ്ങൾ ഉയർത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. അതുകൊണ്ട് ഇനി ഉപദേശം കൊണ്ടൊന്നും കാര്യം, അച്ഛൻ പറഞ്ഞില്ലേ, ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ ദൈവകൃപയിൽ മക്കളെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മക്കളെ കിട്ടും. ഇല്ലെങ്കിൽ ആ മക്കൾ നശിച്ചു പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിവോടുകൂടി പങ്കെടുക്കുക. ഈ തിരിച്ചറിവിലേക്ക് അനേക മക്കളെ അനയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മേഖല മാനസികമായ അവസ്ഥയില് തകർന്നു പോയ മക്കള്, മനസ്സിനെ നിലതെറ്റിപ്പോയ മക്കള്. പലവിധ കാരണങ്ങളുണ്ട്. അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോണില്ല, പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, ഒത്തിരി തടസ്സങ്ങള്, ഒത്തിരിയേറെ അസ്വസ്ഥതകള്. അതിന്റെ അടിസ്ഥാനത്തില് മനസ്സിന്റെ ബലം പോയി. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങളുണ്ടാവും. ആ മക്കൾ പറയുമ്പോ ഒത്തിരി കാരണങ്ങളുണ്ട് ഈ മക്കൾക്ക് പറയാൻ. ഇതൊക്കെ ഈ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് കർത്താവിന്റെ കൃപയിൽ ബലപ്പെടുത്തി, പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും സാന്നിധ്യത്തില് ബലപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അനേക മക്കൾക്ക് ആ കൃപ കിട്ടാത്തത് കൊണ്ട് അവർ നിരാശയിലേക്കും വിശ്വാസത്തിൽ നിന്ന് അകന്നും കുദാശയിൽ നിന്നും അകന്നും. അത് പിന്നീട് ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, നിരാശ, അത് പിന്നീട് അങ്ങോട്ട് ആത്മഹത്യയിലേക്കോ ആത്മഹത്യ പ്രവണതയിലേക്കോ ജീവിക്കണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ നയിക്കുന്നത് ഇന്ന് അനേക മക്കളില് കാണുന്ന ഒരു വലിയ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുണ്ടായാലും ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം തകർച്ചകൾ വന്നാലും, എന്തെല്ലാം നിരാകരിക്കപ്പെട്ടാലും, എന്തെല്ലാം കിട്ടാതിരുന്നാലും അതിൽ പ്രത്യാശയോടെ കാത്തിരിക്കാനുള്ള വലിയ അഭിഷേകം, ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞ് അവർക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു ഇടപെടല് നമ്മുടെ മക്കൾക്ക് വേണം. പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും ഒക്കെ ഒരു ഇടപെടല് നമ്മളിത് ദിവ്യകാല സന്നിധിയില് ഈ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹവും കരുണയും നമ്മുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. മക്കളെ, അമ്മയോട് പ്രാർത്ഥിക്കാം.
യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പന്റെ സ്നേഹം നൽകി, അമ്മയുടെ സ്നേഹം നൽകി ഞങ്ങളുടെ മക്കളുടെ ഉള്ളിലിരുന്ന് ആ മക്കളെ അനുഗ്രഹിക്കണം. നമുക്കറിയാം, നമുക്ക് നമ്മുടെ മക്കളുടെ ആരുടെയും ഉള്ളിൽ കയറാൻ പറ്റില്ല. ദൈവത്തിനെ പറ്റൂ, പരിശുദ്ധാത്മാവിനെ പറ്റൂ. അതുകൊണ്ട് നമുക്കിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് ഞങ്ങളുടെ മക്കളിൽ വസിക്കണം. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം, ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തണം, ഞങ്ങളുടെ മക്കളെ നിരാശപ്പെട്ടു പോകാൻ ഇടയാക്കരുത്. വിശ്വാസ വരം ഞങ്ങളുടെ മക്കൾക്കും നൽകണം. അവർ പ്രത്യാശയിൽ ജീവിക്കണം, നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇഷ്ടമായി പ്രാർത്ഥിക്കും. മക്കളെ, അനേക മക്കൾക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് ശാന്തമായ വിശ്രമം രാത്രി നൽകി അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ അനേക മക്കള് ഈ സമയത്ത് പല പല റീലുകള്, അതിനോട് ചേർന്ന് പോകുന്ന നിരാശയുടെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റീലുകൾ കാണുന്നു. അതാ മക്കളെ വീണ്ടും വീണ്ടും താഴേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇതിലേക്കൊന്നും പോകാതെ ഞങ്ങളുടെ മക്കൾ ഈശോയില് ജീവിക്കണം. അവർ വചനം വായിക്കണം, അവർ ആ സമയത്തും പ്രാർത്ഥിക്കണം, അവർ പള്ളിയിൽ പോകണം. അങ്ങനെ പോകുമ്പോ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ, എന്റെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ പരിപാലനയും അനുഭവേദ്യമായി കൊടുക്കണം. പോരാ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവർക്ക് വേണ്ട വിജയം, അവർക്ക് വേണ്ട സമാധാനം, അവർക്ക് വേണ്ട അനുകൂലമായ സാഹചര്യങ്ങള്, അവർക്ക് വേണ്ട കരുത്ത്, അവർക്ക് വേണ്ട അഭിഷേകം, ജോലി, പഠനത്തിൽ വിജയം, ഇതൊക്കെ നൽകണം. അങ്ങനെ കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലുള്ള സ്നേഹത്തിലും അങ്ങയോടുള്ള ബന്ധത്തിലും ഉറപ്പിച്ചു നിർത്തണം. പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ഉണ്ണീശോയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ഒക്കെ ചേർന്ന് നിന്ന്, നമ്മുടെ മക്കളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരോട് ചേർന്ന് നിന്ന് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പൊ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളുടെ ഉള്ളിൽ വസിച്ച് ആ വലിയ ശക്തി, ധൈര്യം, ആ വലിയ സ്നേഹം, ക്ഷമ, സൗമ്യത, സംയമനം ഇതൊക്കെ നൽകി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, കൃപയുള്ള മക്കളായി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഏത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും മാനസികമായിട്ട് തകർന്നു പോകാതെ, ദിവസങ്ങളൊക്കെ ഒത്തിരി മക്കള് നിസ്സാര കാര്യത്തിന്റെ പേരിൽ പോയി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ, അല്ലെങ്കിൽ ഡിപ്രഷനിൽ പോയ സംഭവങ്ങള്, ഒത്തിരിയേറെ സഹിക്കുന്ന മക്കള്, പാവപ്പെട്ട മക്കള്, അവർക്ക് പറ്റാത്തോണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളിലൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ കാക്കണം, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ മക്കളെ കൃപയിൽ വളർത്തണം, സമാധാനം നൽകണം, മാനസിക ആരോഗ്യം നൽകണം, നിരാശയിൽ പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ മക്കൾ ശാന്തമായിട്ട് ഉറങ്ങണം. ഉറക്കം പോയാൽ തന്നെ നമ്മുടെ മക്കളുടെ അവസ്ഥ അറിയാലോ. അനേക മക്കൾക്ക് സങ്കടത്തോടെ അച്ഛൻ പറയാ, അനേക മക്കളെ വിളിച്ചു പറയാ, ഉറങ്ങാൻ പറ്റണില്ല. രാത്രി 1 മണിയാകുമ്പോൾ എഴുന്നേക്കും, 2 മണിക്ക് എഴുന്നേക്കും, പിന്നെ ഇങ്ങനെ കിടപ്പ. ആ സമയത്ത് മൊബൈലിൽ നോക്കും, പല പല റീലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വീണ്ടും മക്കളെ ഈ പാതാളത്തിലേക്കൊന്ന പോലെ താഴേക്ക് കൊണ്ടുപോവാ. ചില മക്കളെങ്കിലും വിശ്വാസം വിട്ടു, പ്രാർത്ഥന വിട്ടു. ഇതുമായിട്ട് മക്കളെ, ഈ തലത്തിലും ഈ മേഖലകളിലും ഒക്കെ നമ്മുടെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ജപമാലയിലും യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെ ഒക്കെ വലിയ മാധ്യസ്ഥത്തിലും ഉണ്ണീശോയുടെ ശക്തമായ സ്നേഹത്തിന്റെ ഇടപെടലിലുമൊക്കെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ അമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും, നമ്മുടെ ചങ്കല്ലേ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജോലിയൊക്കെ കിട്ടട്ടെ, തടസ്സങ്ങളൊക്കെ മാറട്ടെ, പ്രത്യാശയും സമാധാനവും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ദൈവമേ ഞങ്ങളുടെ മക്കൾക്ക് നൽകി ഞങ്ങളുടെ മക്കളെ മാനസികമായും ശാരീരികമായും ആനന്ദത്തിലും സമാധാനത്തിലും സൗഖ്യത്തിലും ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന നമുക്ക് അല്പസമയം ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കർത്താവെ, വലിയ വേദനയോടെ, വലിയ സങ്കടത്തോടെ ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന മാനസികമായ വേദനകള്, സങ്കടങ്ങള്, നിരാശ, ഉത്കണ്ഠ, പരാജയം, അതിലൂടെ കടന്നു വന്ന ഉറക്കമില്ലായ്മ, ഒത്തിരി അസ്വസ്ഥതകള്, ജീവിക്കണ്ട എന്ന് പോലുമുള്ള തോന്നലുകള്, ആത്മഹത്യാ പ്രവണത, ഈശോയെ, ഈ അവസ്ഥകളോട് കൂടി ഞങ്ങളെല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുവാൻ
അങ്ങേക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സന്തോഷം, സമാധാനം, സ്നേഹം ഈശോയെ അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കള് സ്നേഹം തേടി, സമാധാനം തേടി, സന്തോഷം തേടി പല കൂട്ടുകെട്ടിലേക്കും, മദ്യത്തിലേക്കും, മയക്കുമരുന്നിലേക്കും, അതോടൊപ്പം തന്നെ പല പല റീലുകളിലേക്കും, പല പല സ്വഭാവങ്ങളിലേക്കും പോകും. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല. അതിന് അവർക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് ഈശോയെ, അങ്ങേക്കറിയാലോ. കർത്താവെ, അതിനെപ്പെട്ട് ആകുലപ്പെട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് നിരാശയിൽപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ പാവപ്പെട്ട മക്കളെ യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ട സമാധാനം, സന്തോഷം, വിജയം, സൗകര്യങ്ങള്, സംരക്ഷണം എല്ലാം ശരീരത്തിനും മനസ്സിനും അങ്ങ് നൽകണം. അവർക്കൊരു ബലം അങ്ങ് നൽകണം. ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് പലർക്കും ഒരു ബലമില്ല. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പോലും അകപ്പാട് തകർന്നൊടിഞ്ഞു പോകുന്ന മക്കളാണ്. ഈശോയെ, പാവപ്പെട്ട ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളായി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ മക്കളുടെ സങ്കടങ്ങള്, വേദനകള്, കട്ടപ്പാടുകള്, തോൽവികള്, കട്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും പരാജയം, അതിന് നിരാശ, ഈശോയെ അതിലൂടെ കടന്നു വന്ന് എല്ലാ പ്രത്യാശയില്ലാത്ത അവസ്ഥകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയ, മാനസിക നില തെറ്റിപ്പോയ, ജീവിക്കണ്ട എന്ന് പോലെ തോന്നിപ്പിക്കുന്ന വിധത്തില് നിരാശപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളുടെ മനസ്സുകളെ സമർപ്പിക്കുന്നു, ചിന്തകളെ സമർപ്പിക്കുന്നു. സ്വയം എല്ലാം ഏറ്റെടുക്കണം. അങ്ങ് നയിക്കണം, അങ്ങ് നിയന്ത്രിക്കണം, അങ്ങ് സൗഖ്യപ്പെടുത്തണം, അങ്ങ് സംരക്ഷിക്കണം, അങ്ങ് അനുഗ്രഹിക്കണം. സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ വേദനകൾ, അത് ഞങ്ങളുടെ വലിയ വേദന, ഞങ്ങളുടെയും വലിയ സങ്കട. ഞങ്ങളുടെ മക്കൾ വേദനിക്കുന്ന കാണുമ്പോ, ഞങ്ങളുടെ മക്കൾ ഇതുപോലെ സങ്കടപ്പെടുന്ന കാണുമ്പോ, ഞങ്ങളുടെ മക്കൾ ഉറങ്ങാതെ കിടക്കണ കാണുമ്പോ, ഞങ്ങളുടെ മക്കൾക്ക് പലതും ലഭിക്കാതെ കാണുമ്പോ ഞങ്ങൾക്കും വേദനയുണ്ട്. ഈശോയെ, ഞങ്ങളുടെ വേദനകളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് സർവാധിപനാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങ് മുറിവുണക്കുന്നവനാണ്, അങ്ങ് ദാതാവാണ്. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ. അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന ആ ഒരു സ്നേഹം, സമാധാനം, സന്തോഷം കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ വലിയ ആശീർവാദത്തിനായിട്ട്, അനുഗ്രഹത്തിനായിട്ട്, അങ്ങയുടെ ശക്തമായ ഇടപെടലിനായിട്ട് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിശബ്ദമായിട്ട് നമ്മുടെ മക്കളുടെ ഈ അവസ്ഥകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കും ഇടപെടലിനും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വരങ്ങളും കൃപകളും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയേ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.